ഹലോ, ഇന്നൊരു സിമ്പിൾ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാത്ത സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. ഒരു പാന് വെച്ച് കൊടുക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഈ ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒന്നെടുക്കുക, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാകും. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരും. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടെ വഴറ്റി കൊടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ എരിവിന് ആവശ്യമായ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നില്ല. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയായിട്ട് ഈ മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ റോസ്മെല്ല് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ല പഴുത്തൊരു തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് മൂടി വെക്കുക കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി എഗ് റോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. പല രീതിയിൽ നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കാം അല്ലേ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.